കലിതുള്ളി പെയ്തിറങ്ങിയ തുലാവർഷ മഴയിൽ ദുരിതക്കയത്തിൽ മുങ്ങി ഇടുക്കി മലയോരത്തെ മനുഷ്യർ. നെടുങ്കണ്ടം കൂട്ടാർ മേഖലയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഏക്കർ കണക്കിന് കൃഷിനാശവും ഉണ്ടായി. കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ സമീപത്തെ തോട് കരകവിഞ്ഞ വീടിനുള്ളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളടക്കം എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കൂട്ടാർ മനക്കിലേത്ത് ജോസും കുടുംബവും. തുലാവർഷത്തിന്റെ വരവറിയിച്ച് ഇത്തവണ മലയോരത്ത് പെയ്തിറങ്ങിയത് മിന്നൽ പ്രളയം. സമുദ്രനിരപ്പിൽ നിന്നും ആയിരക്കണക്കിനടി ഉയരത്തിലുള്ള നെടുങ്കണ്ടം, കൂട്ടാർ പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ പാതിയോളം വെള്ളത്തിൽ മുങ്ങി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായി ഉപയോഗശൂന്യമായി മാറി. വീടുകൾ പലതും വാസയോഗ്യമല്ലാതായി. ഉപജീവനമാർഗമായിരുന്ന കൃഷിയുമില്ലാതായ അവസ്ഥ. തുള്ളിത്തോരാതെ തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്തിറങ്ങിയ തുലാവർഷമഴയിൽ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ കൂട്ടാർ പാറക്കട ഭാഗത്തെ തോട് കരകവിഞ്ഞതോടെ മനക്കലേത്ത് ജോസിന്റെ വീട്ടിലും വെള്ളം ഇരച്ചുകയറി. കഷ്ടപ്പാടിന്റെ നടുവിൽ നിന്ന് സമ്പാദിച്ചതെല്ലാം വെള്ളം കയറി നശിച്ചു. പലതും ഒഴുകിപ്പോയി. ഇതിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടി പഞ്ചായത്തും വേണ്ടപ്പെട്ട എല്ലാം കൂടി ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇത് ഇവിടെ വന്ന് കണ്ടാലേ നമുക്ക് ഈ അവസ്ഥ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശം മൊത്തം വെള്ളം കയറി മൊത്തം റോഡും എല്ലാം കവിഞ്ഞാണ് പോയിരിക്കുന്നത്. 2018 സമാനമായ രീതിയിൽ ജോസിന്റെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു. അന്നും സഹായത്തിനായി സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെത്തിയും പരാതി നൽകിയിരുന്നെങ്കിൽ ഫലമാകട്ടെ വെള്ളത്തിൽ വരച്ച വര പോലെ. പ്രളയത്തിൽ ഞങ്ങളുടെ വീട് സംരക്ഷണത്തിൽ തകർന്നു പോയായിരുന്നു. തോട് വീട്ടിലേക്ക് കയറി വരികയും ഭിത്തി തകർക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങൾ പഞ്ചായത്തിലും റോഷി സാറിനെ പോയി കണ്ടു. ഞങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുത്ത നവകേരള സദസ്സിൽ പരാതി കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് ഞങ്ങളുടെ വീട് കുറച്ചും കൂടെ ശോചനീയമായിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഞങ്ങൾ പറയുകയാണ്. വീട് വൃത്തിയാക്കി താമസം ആരംഭിക്കാമെന്ന് വിചാരിച്ചാലും തുലാവർഷം ഇനിയും കലിതുള്ളുമോ എന്ന ഭയമാണ് ജോസിനും കുടുംബത്തിനും. നഷ്ടപരിഹാരവും ഒപ്പം തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരവും ഉണ്ടാകണമെന്ന ആവശ്യമാണിവർക്കുള്ളത്. സിറ്റി വിഷൻ നെടുങ്കണ്ടം.